നല്ല ഗമയിലിരുന്നോളാം കേട്ടോ. പറഞ്ഞിട്ട് എടുക്കണോ സാറേ? ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ ഇരുന്നാ മതിയോ? ഒന്ന് ചിരിക്കും. ചിരിക്കാൻ ഇത് ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞ പൂച്ച, അത് ചിരിക്കത്തില്ല. പൂച്ച വേണ്ട സാറേ, സാർ മതി. ഓ ഇതാ ഇങ്ങനെ. മതി, ചിരി നിർത്തി. മതിയാ? നന്നായിട്ടുണ്ട്. ഓ അതെ, വെറുതെ ഇങ്ങനെ ക്ലിച്ചൊന്ന് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല. പത്രത്തിൽ കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു അടിക്കുറിപ്പ് കൂടെ കൊടുക്കണം. തൊണ്ടയിൽ സാർ പറഞ്ഞോ. തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയ പൂച്ചയെ അതിവിദഗ്ധമായി രക്ഷിച്ച വെറ്റിനറി സർജൻ മന്മഥനോടൊപ്പം. അതാരാ? എടോ ഈ ഞാൻ സാർ മന്മഥ സാർ. അങ്ങനെ വേണം വാർത്ത വരാൻ. തീർച്ചയായും വരും. ഫ്രണ്ട് പേജിൽ വരും. അയ്യോ, ഫ്രണ്ട് പേജിൽ വന്നില്ലേലും കുഴപ്പമില്ല, അകത്തുള്ള ഏതെങ്കിലും പേജിൽ വന്നാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ആട്ടുംകുട്ടിയെ രക്ഷിച്ചല്ലോ, അതിന്റെ ഫോട്ടോ അതാ എടുത്തിട്ട് പത്രത്തിൽ പോലും വന്നില്ലല്ലോ. സാർ അത് നമുക്ക് കൊടുക്കാൻ വൈകിപ്പോയി, കോളം തീർന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില്ലറ തരുന്നുണ്ട്, അത് മറക്കണ്ട സാർ. അത് വേണം. ഇനി നിന്ന് വൈകിക്കണ്ട, പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ നോക്കും. ഞാൻ വരാം. മോളു നമുക്കൊരു സെൽഫിയും കൂടെ എടുക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ. സെൽഫി ഇവിടെ. ഓയ് ഉറങ്ങുന്ന ഇവിടെ നോക്കൂ. ചെറുതായിട്ട് ചിരിക്കോ. ഓപ്പറേഷൻ ചെയ്തവരോട് അത്രയും കൂടി ചിരിക്കാതിരിക്കണം. നമസ്കാരം സാർ. എന്താ കാര്യം? ഞങ്ങളുടെ മോള് ഉറങ്ങല്ലേ? അതെ മോള്, നീ വിളിക്കരുത്. നിന്റെ തൊണ്ട സർജറി ചെയ്തതാണ്. 2-3 ഡേയ്സിനുള്ളിൽ നിന്നെ ഞാൻ സംസാരിപ്പിക്കും. അവിടെ പോയി റെസ്റ്റ് എടുത്തോ. പൊക്കോ. എന്താ കാര്യം? സാറേ, ഞങ്ങളുടെ കറവ പശു പോയി. അതെ, നല്ല കയറ് വാങ്ങിച്ച് കെട്ടിയിട്ടില്ലെങ്കിൽ പശു പോകും. അയ്യോ, ഇതാ പോക്കല്ല സാർ. പിന്നെ മോളിലോട്ട് പോയി, ചത്തുപോയി. ചത്തുപോയോ? ഓ, ഒരു പശുവിനെ രണ്ടാളും കൂടെ കൊന്നിട്ടുണ്ടോ എന്ന് കരയാ? അതിനെന്തേലും അസുഖം വന്നിട്ടുണ്ടാവും. നിങ്ങൾ വേണ്ട ചികിത്സ കൊടുത്തില്ല, അതിനെ സംരക്ഷിച്ചില്ല, അത് ചത്തുപോയി. സാറേ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ സാറേ. ഞാൻ ഒരു നല്ല ഭക്തനാണ്. കാശി രാമേശ്വരം, മധുര മീനാക്ഷി. മതി. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ രക്ഷിച്ചേനെ അല്ലേ? അതെ, നിങ്ങൾ വീട്ടിലില്ലാത്ത സമയം നിങ്ങളുടെ കുഞ്ഞിനൊരു അസുഖം വന്നാൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകത്തില്ലേ? പോകുമല്ലോ. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ പശുവിനെ സമയത്ത് ആശുപത്രി കൊണ്ടുവന്നില്ല? അതിനെ ചികിത്സിച്ചില്ല? അയ്യോ, അങ്ങനെ പറയല്ലേ സാറേ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അവളെ നോക്കിയതാ. ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കണ പോലെ അവളെ നോക്കിക്കൊണ്ട്. ശ്യാമളെ, ഇവിടെ കൊണ്ടുവന്ന് സാറിനെ കാണിക്കാമായിരുന്നില്ലേ നിനക്ക്? ഒരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് നിന്ന് കരയുന്നാണ്ടില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടേ? സാറേ, ഈ മുഖ്യമന്ത്രിയുടെ ദുരിത നിവാരണ നിധിന്ന് കറവപ്പശു ചത്തുപോയിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുന്നറിഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി വന്നതാ. ഇനി ഒരു മിണ്ടാപ്രാണിയെ കൊന്നിട്ട് അതിന്റെ പേരിൽ കിട്ടുന്ന കാശ് കുട്ടടിക്കാൻ വന്നേക്കുവാ അല്ലേ? അയ്യോ സാർ, പിന്നെയും കൊന്നെന്ന് പറയല്ലേ. അതെ, അതിന് ആദ്യം അപേക്ഷ കൊടുക്കണം. പിന്നെ അതിനെ പരിശോധിച്ചെന്നുള്ള റിപ്പോർട്ട് വേണം. അത് ചത്തുപോയി എന്നുള്ള റിപ്പോർട്ട് വേണം. പിന്നെ അതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ള റിപ്പോർട്ടും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അത് കിട്ടത്തുള്ളൂ. ഇതൊക്കെ ആര് തരും സാറേ? അത് ഏതെങ്കിലും മൃഗഡോക്ടർ തരണം. സാറ് തന്നാ മതി. സാറ് തന്നാ മതി. അത് ഞാൻ തരാനോ? അത് മേടിക്കാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നത്. അത് നിങ്ങളുടെ പശുവിനെ ഞാൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ പശുവിനെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ടോ? സാറ് ചികിത്സിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഞാനിത് എഴുതരും? ഇവിടെ പ്രായമുള്ളൊരു ചേട്ടനില്ലേ, ആ ചേട്ടനാ വന്ന് നോക്കിയത്. ഓഹോ, സുമേഷേ വന്നേ. ഇവരറിയാവോ? ചേട്ടനല്ലേ അന്ന് വീട്ടിൽ വന്ന് പശുവിനെ നോക്കിയത്, ഓർക്കണില്ലേ? അത് ചത്ത കാര്യം പറ സാറിനോട്. ശരിയാ സാറേ, ഞാനാ പോയി നോക്കിയത്. സാറ് തിരുവനന്തപുരത്ത് പോയിരുന്നില്ലേ, അന്ന് ഞാനാ പോയി നോക്കിയത്. അതെയോ? അത് ചത്ത തന്നെ. താൻ റിപ്പോർട്ട് എഴുതി കൊടുത്താ മതി. മുരുകാ, ഈ സാറിനെ കാക്കണേ. സാറേ, ഞാൻ ഹരിദ്വാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ സാധനം സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും സാറേ. ഇതാ, ഇത് വെച്ചോളൂ. ഈ നമ്പറൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ ചെയ്യാത്ത കാര്യം റിപ്പോർട്ട് ചെയ്യില്ല. അതിനു വേണ്ടി രണ്ടാളും ഇവിടെ നിൽക്കണ്ട. ഈ കോമാളി ഇങ്ങനെയാണ് പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടുന്ന് കിട്ടുക പോവാ ഒരു